ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാനൊരു നല്ല ബട്ടർ ചിക്കൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം, ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇതിന് എന്താണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഞാനിവിടെ ചിക്കൻ മസാല പുരട്ടി വെക്കാണ് ചെയ്യുന്നത്. ചിക്കൻ ചെറിയ പീസസ് ആക്കി അരിഞ്ഞെടുക്കാം. അപ്പോൾ എന്താണ് പൊടികളെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കസൂരി മേത്തി ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ട് ഇടാം കേട്ടോ. പിന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളി ഞാനിവിടെ ചതച്ചാണ് എടുത്തേക്കണത്. പേസ്റ്റ് ആയാലും കുഴപ്പമില്ല. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് ചിക്കൻ കായം പറ്റാൻ പോകുന്നത്. അപ്പോൾ ചിക്കൻ എടുക്കുമ്പോൾ ഒന്നില്ലെങ്കിൽ എല്ലോട് കൂടി എടുക്കുക, അല്ലെങ്കിൽ എല്ല് നിങ്ങൾക്ക് റിമൂവ് ചെയ്തിട്ട് ചെറിയ പീസസ് ആക്കിയിട്ട് അരിഞ്ഞെടുക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ ആ മസാലകളൊക്കെ ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് പേസ്റ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ആ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കൈ കൊണ്ട് മസാല പരട്ടി കൊടുക്കുക. മസാല പറ്റിയ ശേഷം നമുക്കൊരു 10-15 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. മസാല ഒക്കെ നന്നായി ഒന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിന് ശേഷമാണ് നമ്മളിതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ ഇരിക്കട്ടെ. അപ്പോൾ ആ നേരം കൊണ്ട് നമുക്ക് ബട്ടർ ചിക്കൻ്റെ ഗ്രേവി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1.5 ടേബിൾ സ്പൂണോളം നമുക്ക് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് നമുക്ക് ഒരു 2 മീഡിയം സവാള ചെറുതാക്കി അരിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് വഴണ്ട് വരണ്ട കേട്ടോ, ഒരുപാട് മുരിഞ്ഞൊന്നും വരണ്ട സവാള. ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി. കാരണം നമ്മളിതൊന്ന് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തിട്ട് ഇത് നമ്മൾ പേസ്റ്റ് ആക്കി എടുക്കാൻ പോവുകയാണ്. അപ്പോൾ സവാള നന്നായിട്ടൊന്ന് ട്രാൻസ്പെറൻ്റ് ആയ ശേഷം നമുക്കിതിലേക്ക് കാശ്മീരി ചില്ലി ഇവിടെ ഹോൾ കാശ്മീരി ചില്ലിയാണ് ഞാൻ എടുത്തേക്കണത്. ഒരു 2-3 ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നന്നായിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കുക, അതിൻ്റെ ആ പച്ചമണക്കൊന്ന് പോണ വരെ. ഇനി നമുക്ക് ഒരു പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. എരിവിനനുസരിച്ച് പച്ചമുളക് ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ 2 ചെറിയ തക്കാളിയും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ഒരു 10-15 കാഷ്യൂ നട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് ആഡ് ചെയ്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഒരിത്തിരി നേരം മൂടി വെച്ചാലും കുഴപ്പമില്ല കേട്ടോ, പെട്ടെന്നൊന്ന് വാടിക്കിട്ടും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കരിയാണ്ട് നോക്കുക കേട്ടോ. ഇനി ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ബാക്കിയുള്ള പൊടികൾ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരല്പം കസൂരി മേത്തി 1 ടീസ്പൂണ് മതിയാവും. 1 ടീസ്പൂൺ കസൂരി മേത്തി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ നല്ല ജീരകത്തിൻ്റെ പൊടി, ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകത്തിൻ്റെ പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. അപ്പോൾ കസൂരി മേത്തി, നല്ല ജീരകത്തിൻ്റെ പൊടി, മുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി ഇതൊക്കെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് കൂൾ ചെയ്യാൻ വെക്കണം. ഇതൊന്ന് തണുപ്പിക്കാൻ വെച്ചിട്ട് വേണം നമ്മൾ ഈ മസാല ഒന്ന് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊന്ന് തണുത്തതിന് ശേഷം മാത്രം നിങ്ങൾ മിക്സിയിൽ അടിച്ചെടുക്കുക. നല്ല ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് അടിച്ചെടുക്കുക കേട്ടോ. ഇനി നമുക്ക് ആ സെയിം പാനിലേക്ക് തന്നെ ഒരല്പം ബട്ടറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് നമ്മളെ കായം പറ്റിയ ചിക്കനൊക്കെ ഇല്ലേ, അതൊക്കെ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തിട്ട് എടുക്കുക.
ചിക്കനൊന്ന് മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. പിന്നെ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് മൊരിച്ചെടുത്താൽ മതിയാവും. അങ്ങനെ ചിക്കനൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ആ സെയിം പാനിലേക്ക് തന്നെ ഒരല്പം ബട്ടർ ഇട്ട് കൊടുത്തിട്ട് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ട് ഒന്ന് ചൂടാക്കി കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഫ്ലെയിം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്തെടുക്കാൻ കേട്ടോ. അപ്പോൾ ഞാനവിടെ നമ്മുടെ മസാല നല്ല പേസ്റ്റാക്കി ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ആ പേസ്റ്റും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്ത് ഒരു 10-15 മിനിറ്റ് നമുക്കിതൊന്ന് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ മസാല കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഒരല്പം ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് ഇടുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ മുന്നേ ഒക്കെ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടേസ്റ്റ് ഒന്ന് നോക്കിയിട്ട് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ ചിക്കൻ റെഡിയാക്കി വെച്ചേക്കുന്ന പൊരിച്ച ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്ത് നമുക്ക് കൊടുക്കണം. അപ്പോൾ അതിന് മുന്നായിട്ട് ഒരല്പം കസൂരി മേത്തിയും കൂടി, ഒരു 1/2 ടീസ്പൂൺ കസൂരി മേത്തിയും കൂടി ആഡ് ചെയ്തിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി ആ ചിക്കനും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ചിക്കൻ ആഡ് ചെയ്ത ശേഷം ഇതുപോലെ മൂടി വെച്ച് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുക. പിന്നെ ഇതിലേക്ക് നമ്മൾ ലാസ്റ്റായിട്ട് ആഡ് ചെയ്യാൻ പോകുന്നത് ഫ്രഷ് ക്രീമാണ്. അപ്പോൾ ഒരു 4-5 ടേബിൾ സ്പൂൺ നമുക്ക് മുകളിൽ ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് നമ്മുടെ ബട്ടർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നല്ല സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് കൊടുക്കുക. നമ്മൾ സെർവ് ചെയ്യുമ്പോൾ ഒരല്പം ഫ്രഷ് ക്രീമും കൂടി മുകളിലേക്ക് ഒഴിച്ച് അതുപോലെ തന്നെ കസൂരി മേത്തിയും കൂടി ഒഴിച്ചിട്ട് നമുക്ക് സെർവ് ചെയ്യാം. ഒപ്പം ബട്ടർ ഗാർലിക് നാനൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റ്, നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ കീപ്പ് വാച്ചിങ്. താങ്ക് യു.